ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ എഫേസോസ് 3-ാം അധ്യായത്തിൽ നിന്നുള്ള വീഡിയോയാണ്. ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. 100 മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത്. 100 മോക്ക് ടെസ്റ്റുകളും എഴുതി ലോഗോസ് പരീക്ഷയിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾക്ക് 90 മാർക്കിൽ കൂടുതൽ ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 35ഓളം മോക്ക് ടെസ്റ്റുകൾ നടത്തിക്കഴിഞ്ഞു. ഇനിയും 65 മോക്ക് ടെസ്റ്റുകൾ അവശേഷിക്കുന്നുണ്ട്. ഇനി ജോയിൻ ചെയ്യുന്ന ആളുകൾക്കും ആദ്യം മുതലുള്ള മോക്ക് ടെസ്റ്റുകളുടെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. പഠനസഹായി പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 312 പേജുകളും 4000-നടുത്ത് ചോദ്യങ്ങളുമുള്ള വളരെ സമഗ്രമായി ലോഗോസ് പഠനത്തിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പുസ്തകമാണ് നമ്മുടെ പഠനസഹായി. 5 പുസ്തകം ഒന്നിച്ചു വാങ്ങുന്നവർക്ക് ഒരു പുസ്തകം സൗജന്യമായി നൽകുന്നതായിരിക്കും. ഒന്നാമത്തെ ചോദ്യം, എഫേസോസ് 3-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? 21. 2. എഫേസോസ് 3-ാം അധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട് വിജാതീയരുടെ അപ്പസ്തോലൻ. 3. ഇക്കാരണത്താൽ വിജാതീയരായി നിങ്ങൾക്കു വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്ന പൗലോസായ ഞാൻ നിങ്ങൾക്കു വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഏതു കാരണത്താൽ? പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന കാരണത്താൽ. ചോദ്യം 4. യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്നതാര്? പൗലോസ്ലീഹ. 5. പൗലോസ്ലീഹ തടവുകാരനായി തീർന്നത് ആർക്കു വേണ്ടി? വിജാതീയർക്കു വേണ്ടി. 6. ആരെ പ്രതിയാണ് പൗലോസ്ലീഹ തടവുകാരനായി തീർന്നത്? യേശുക്രിസ്തുവിനെ. 7. യേശുക്രിസ്തുവിനെ പ്രതി പൗലോസ്ലീഹ എന്തായി തീർന്നിരിക്കുന്നു? തടവുകാരനായി. 8. പൗലോസ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടി? വിജാതീയർക്കു വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ. 9. വിജാതീയർക്കു വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടതാര്? പൗലോസ്. 10. പൗലോസിന് രഹസ്യം അറിവായതെങ്ങനെ? വെളിപാട് വഴി. 11. വെളിപാട് വഴി പൗലോസിന് അറിവായതെന്ത്? രഹസ്യം. 12. വെളിപാട് വഴി രഹസ്യം അറിവായത് ആർക്ക്? പൗലോസിന്. 13. ഞാൻ മുമ്പ് എന്ത് ചെയ്തിട്ടുള്ളതുപോലെ വെളിപാട് വഴിയാണ് രഹസ്യം എനിക്ക് അറിവായത് എന്നാണ് പൗലോസ് പറയുന്നത്. ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ. 14. അത് വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരുന്ന ഉൾക്കാഴ്ച എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഏതു വായിക്കുമ്പോൾ? ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളത്. 15. ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളത് വായിക്കുമ്പോൾ ആരുടെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരുന്ന ഉൾക്കാഴ്ച എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നാണ് പൗലോസ് പറയുന്നത്. ക്രിസ്തുവിന്റെ രഹസ്യം മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളത് വായിച്ചാൽ മതി എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. 16. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തു മനസ്സിലാകും എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ക്രിസ്തുവിന്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരുന്ന ഉൾക്കാഴ്ച എന്തെന്ന്. 17. അത് വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരുന്ന എന്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നാണ് പൗലോസ് പറഞ്ഞത്. ഉൾക്കാഴ്ച. 18. ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. എന്ത്? ക്രിസ്തുവിന്റെ രഹസ്യം. 19. ഇപ്പോൾ ക്രിസ്തുവിന്റെ രഹസ്യം വെളിവാക്കപ്പെട്ടിരിക്കുന്നത് ആർക്കെല്ലാം? ക്രിസ്തുവിന്റെ വിശുദ്ധരായ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും. 20. വിശുദ്ധരായ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ക്രിസ്തുവിന്റെ രഹസ്യം വെളിവായതെങ്ങനെ? പരിശുദ്ധാത്മാവിനാൽ. 21. ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ ക്രിസ്തുവിന്റെ രഹസ്യം വെളിവാക്കപ്പെട്ടിരുന്നില്ല. ആർക്ക്? മറ്റു തലമുറയിലെ മനുഷ്യർക്ക്. 22. മറ്റു തലമുറയിലെ മനുഷ്യർക്ക് വെളിവാക്കപ്പെട്ടിരുന്നില്ല എന്ന് പറയുന്നത് എന്ത്? ക്രിസ്തുവിന്റെ രഹസ്യം. 23. ഈ വെളിപാടനുസരിച്ച് കൂട്ടവകാശികളും ഒരേ ശരീരത്തിന്റെ അംഗങ്ങളും
സുവിശേഷത്തിലൂടെ ക്രിസ്തുവിൽ വാഗ്ദാനത്തിന്റെ ഭാഗഭാക്കുകളുമായതാര്? വിജാതീയർ. 24 ഈ വെളിപാടനുസരിച്ച് വിജാതീയർ എന്തെല്ലാമായി? കൂട്ടവകാശികളും ഒരേ ശരീരത്തിന്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിന്റെ ഭാഗഭാക്കുകളും. 25 വിജാതീയർ എന്തിലൂടെയാണ് യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിന്റെ ഭാഗഭാക്കുകളായത്? സുവിശേഷത്തിലൂടെ. 26 വിജാതീയർ സുവിശേഷത്തിലൂടെ ആരിലാണ് വാഗ്ദാനത്തിന്റെ ഭാഗഭാക്കുകളുമായത്? യേശുക്രിസ്തുവിൽ. 27 വിജാതീയർ സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ എന്തിന്റെ ഭാഗഭാക്കുകളായി? വാഗ്ദാനത്തിന്റെ. 28 ദൈവത്തിന്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായി. ആര്? പൗലോസ്. 29 പൗലോസ് ഈ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായത് എങ്ങനെ? ദൈവത്തിന്റെ കൃപാവരത്താൽ. 30 ദൈവത്തിന്റെ കൃപാവരത്താൽ സുവിശേഷത്തിന്റെ രക്ഷകനായതാര്? പൗലോസ്. 31 പൗലോസിന് ഈ കൃപാവരം നൽകപ്പെട്ടതെങ്ങനെ? ദൈവത്തിന്റെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട്. 32 ദൈവത്തിന്റെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി പൗലോസിന് നൽകപ്പെട്ടതെന്ത്? കൃപാവരം. 33 വിജാതീയരോട് എന്തു പ്രസംഗിക്കാനാണ് വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ പൗലോസിന് ദൈവത്തിന്റെ കൃപാവരം നൽകപ്പെട്ടത്? ദൈവത്തിന്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച്. ക്രിസ്തു രഹസ്യം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ല. എന്നാൽ അത് വളരെ കൃത്യമായി മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും തൻ്റെ എഴുത്തിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്ത ആളാണ് പൗലോസ്. അതുകൊണ്ട് തന്നെ പൗലോസിന്റെ എഴുത്തുകൾ അത്ര വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പല ആവൃത്തി വായിച്ചാലേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോ കേൾക്കുന്നതിനൊപ്പം ബൈബിൾ വായിക്കുക. നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. നമുക്കത് കൂടുതൽ വിശദമായി പഠിക്കാനും മനസ്സിലാക്കാനും പരിശ്രമിക്കാം. 14 വിജാതീയരോട് ക്രിസ്തുവിന്റെ ദുർഗ്രഹമായ എന്തിനെക്കുറിച്ച് പ്രസംഗിക്കാനാണ് വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ പൗലോസിന് കൃപാവരം നൽകപ്പെട്ടത്? ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച്. 35 ആരോട് ക്രിസ്തുവിന്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനാണ് വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ പൗലോസിന് കൃപാവരം നൽകപ്പെട്ടത്? വിജാതീയരോട്. 36 ആരിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിന്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനാണ് പൗലോസിന് കൃപാവരം നൽകപ്പെട്ടത്? സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിൽ. 37 സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിന്റെ പ്രവർത്തനം ആർക്ക് വ്യക്തമാക്കി കൊടുക്കാനാണ് വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ പൗലോസിന് കൃപാവരം നൽകപ്പെട്ടത്? എല്ലാവർക്കും. 38 സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ എന്തു വ്യക്തമാക്കി കൊടുക്കാനാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത്? ദൈവത്തിന്റെ ബഹുമുഖ ജ്ഞാനം. 39 എവിടെയുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിന്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാനാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത്? സ്വർഗീയ ഇടങ്ങളിലുള്ള. 40 സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും ആരിലൂടെ ദൈവത്തിന്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത്? സഭയിലൂടെ. 41 സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിന്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ ദൈവം ചെയ്തതെന്ത്? സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിന്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനും ഉതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ പൗലോസിന് നൽകി. ദൈവം ചെയ്ത പ്രവൃത്തി ഇതാണ്. സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിന്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാൻ ഉതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ പൗലോസിന് നൽകി. 42 ആരിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ നിത്യമായ ഉദ്ദേശത്തിനനുസൃതമാണ് ദൈവം പൗലോസിന് വരം നൽകിയത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ. 43 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ എങ്ങനെയുള്ള ഉദ്ദേശത്തിന് അനുസൃതമായാണ്? നിത്യമായ.
44 യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം എന്തെല്ലാമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്? ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും. 45 ആരിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട്? യേശുക്രിസ്തുവിലുള്ള. 46 യേശുക്രിസ്തുവിലുള്ള എന്തു മൂലമാണ് ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുള്ളത്? വിശ്വാസം. 47 ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ എന്ത് അനുഭവിക്കരുത് എന്നാണ് പൗലോസ് അഭ്യർത്ഥിക്കുന്നത്? ഹൃദയവ്യഥ അനുഭവിക്കരുത്. 48 എന്തിനെ പ്രതിയാണ് നിങ്ങൾക്ക് മഹത്വം എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി. 49 ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ എന്തനുഭവിക്കരുത് എന്നാണ് പൗലോസ് അഭ്യർത്ഥിക്കുന്നത്? ഹൃദയവ്യഥ. 50 ഈ പീഡകൾ അത്രേ നിങ്ങളുടെ മഹത്വം. ഏത് പീഡകൾ? പൗലോസ് സഹിക്കുന്ന പീഡകൾ. 51 താൻ സഹിക്കുന്ന പീഡകൾ ആരുടെ മഹത്വം എന്നാണ് പൗലോസ് പറയുന്നത്? നിങ്ങളുടെ, അതായത് എഫേസോസുകാരുടെ. 52 എഫേസോസ് 3-ാം അധ്യായത്തിലെ 2-ാമത്തെ തലക്കെട്ട് ക്രിസ്തുവിന്റെ സ്നേഹം. 53 ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. ഏതു കാരണത്താൽ? പൗലോസായ ഞാൻ അനുഭവിക്കുന്ന പീഡകൾ നിങ്ങളുടെ മഹത്വമായത് കാരണം. 54 പൗലോസ്ലീഹ മുട്ടുകൾ മടക്കുന്നതായി പറയുന്നത് ആരുടെ മുൻപിൽ? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിന്റെ മുമ്പിൽ. 55 എഫേസോസ് 3-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ ദൈവത്തിന് നൽകുന്ന വിശേഷണം എന്ത്? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവ്. 56 സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിന്റെ മുമ്പിൽ മുട്ടുകൾ മടക്കുന്നതാര്? പൗലോസ്ലീഹ. 57 എവിടെയെല്ലാമുള്ള പിതൃത്വങ്ങൾക്ക് നാമകാരണമായ പിതാവിന്റെ മുമ്പിലാണ് പൗലോസ് മുട്ടുകൾ മടക്കുന്നത്? സ്വർഗത്തിലും ഭൂമിയിലും. 58 എന്തിന് യോജിച്ച വിധമാണ് ദൈവം തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണം എന്ന് പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നത്? തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം. 59 ദൈവം തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ എന്തിനെ ശക്തിപ്പെടുത്തട്ടെ എന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്? ആന്തരിക മനുഷ്യനെ. 60 എന്തുവഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്? വിശ്വാസം വഴി. 61 വിശ്വാസം വഴി ക്രിസ്തു എവിടെയാണ് വസിക്കേണ്ടത്? നിങ്ങളുടെ ഹൃദയങ്ങളിൽ. 62 വിശ്വാസം വഴി ആരാണ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടത്? ക്രിസ്തു. 63 നിങ്ങൾ എന്തിൽ വേരുപാകി അടിയുറയ്ക്കണം എന്നാണ് പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നത്? സ്നേഹത്തിൽ. 64 എത്ര കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പൗലോസ് എഫേസോസുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? 3. 65 പൗലോസ് എഫേസോസുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 3 കാര്യങ്ങൾ ഏതെല്ലാം? ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്താൻ, വിശ്വാസം വഴി ക്രിസ്തു ഹൃദയത്തിൽ വസിക്കാൻ, സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കാൻ. 66 ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കേണ്ടത് ആരോടൊപ്പം? എല്ലാ വിശുദ്ധരോടുമൊപ്പം. 67 എല്ലാ വിശുദ്ധരോടുമൊപ്പം നിങ്ങൾക്ക് ലഭിക്കേണ്ടത് എന്ത്? ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാനുള്ള ശക്തി. 68 എല്ലാ വിശുദ്ധരോടുമൊപ്പം ആരുടെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്നാണ് പറയുന്നത്? ക്രിസ്തുവിന്റെ. 69 എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ എന്തെല്ലാം ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്? നീളവും വീതിയും ഉയരവും ആഴവും. 70 എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് എന്തു ലഭിക്കട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്? ശക്തി. 71 അറിവിനെ അതിശയിക്കുന്നത് എന്ത്? ക്രിസ്തുവിന്റെ സ്നേഹം. 72 ക്രിസ്തുവിന്റെ സ്നേഹം എന്തിനെയാണ് അതിശയിക്കുന്നത്? അറിവിനെ. 73 ക്രിസ്തുവിന്റെ സ്നേഹം ഗ്രഹിക്കുന്നത് വഴി നിങ്ങൾ എന്തിൽ പൂരിതരാകാൻ ഇടയാകട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്?
ദൈവത്തിന്റെ സമ്പൂർണതയിൽ. 74 എന്ത് ഗ്രഹിക്കുന്നത് വഴി ദൈവത്തിന്റെ സമ്പൂർണതയിൽ നിങ്ങൾ പൂരിതരാകാൻ ഇടയാകട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹം. 75 എന്തിലാണ് നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ ദൈവത്തിന് കഴിയുന്നത്? നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ. 76 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ എന്തെല്ലാം വളരെ കൂടുതൽ ചെയ്തു തരാൻ ദൈവത്തിന് കഴിയും? നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ. 77 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്നത് ആർക്ക്? ദൈവത്തിന്. 78 ദൈവത്തിന്റെ സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്തുണ്ടാകട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്? മഹത്വമുണ്ടാകട്ടെ. 79 ദൈവത്തിന് തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ എന്ന് പൗലോസ്ലീഹ പറയുന്നത് എവിടെ? സഭയിലും യേശുക്രിസ്തുവിലും. ഇങ്ങനെ 79 ചോദ്യങ്ങളാണ് എഫേസോസ് 3-ാം അധ്യായത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനും പഠനസഹായി പുസ്തകം ലഭ്യമാകുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാവരും നന്നായി വചനം പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.